അക്വേറിയത്തിലെ വെള്ളം മാറുന്നതാണ് ഏറ്റവും വലിയ പണി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ കൂടി ആ പ്രശ്നം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ മത്സ്യങ്ങൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലിവിങ് എൻവിറോൺമെന്റ് ഉണ്ട്. ഈ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലിവിങ് എൻവിറോൺമെന്റ് നമുക്ക് നമ്മുടെ അക്വേറിയത്തിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ നമ്മുടെ അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ചത്തുപോകാതിരിക്കും. അക്വേറിയത്തിൽ വിഷരഹിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ സ്യൂട്ടബിൾ ലിവിങ് എൻവിറോൺമെന്റ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ് അക്വേറിയത്തിലെ വെള്ളം വിഷമയമാകുന്നത്? നമുക്കറിയാം, അക്വേറിയത്തിലെ മത്സ്യങ്ങളുടെ കാഷ്ടം അക്വേറിയത്തിൽ നിന്നും പുറത്തു പോകുന്നതിനായി യാതൊരു മാർഗവുമില്ല. അത് പതുക്കെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്യും. അക്വേറിയത്തിലെ മത്സ്യങ്ങളുടെ കാഷ്ടം ചെടികളുടെ ഇലകൾ ചീയുന്നത്, അതുപോലെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഇവയിൽ നിന്നും ഉരുത്തിരിയുന്ന അമോണിയ പതുക്കെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയും വെള്ളത്തിൽ അമോണിയ ഷോക്ക് ഉണ്ടാകുകയും ഈ വെള്ളത്തിൽ ഒരുപാട് കാലം കിടക്കുന്ന മത്സ്യങ്ങൾക്ക് അസുഖങ്ങൾ വരികയും അക്വേറിയത്തിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുകയും മത്സ്യങ്ങൾ പതുക്കെ ചത്തുപോകുകയും ചെയ്യുന്നു. നമ്മുടെ അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ചത്തുപോകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്കൊരു ഉത്തരമുണ്ട്. മത്സ്യങ്ങളുടെ വിസർജ്യം, ചീയുന്ന ചെടികളുടെ ഇലകൾ, ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഇവയിൽ നിന്നും ഉരുത്തിരിയുന്ന ബയോളജിക്കൽ അമോണിയയാൽ രൂപാന്തരപ്പെടുന്ന അമോണിയ ഷോക്ക് എന്ന പ്രതിഭാസം നമ്മുടെ അക്വേറിയത്തിൽ ഉണ്ടാകാതെ സംരക്ഷിച്ച നമ്മുടെ അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ചാകാതെ നമുക്ക് അവയെ സംരക്ഷിക്കാം. എന്ത് ചെയ്യണമെന്ന് പഠിച്ചു. ഇനി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. എങ്ങനെയാണ് വെള്ളത്തിലെ അമോണിയയുടെ അളവ് കുറയ്ക്കേണ്ടത്? ആഴ്ചയിലൊരിക്കൽ 30% വാട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അക്വേറിയത്തിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അമോണിയയുടെ അളവ് കുറയ്ക്കാം. ആഴ്ചയിലൊരിക്കൽ 30% അമോണിയ കലർന്ന വെള്ളം അക്വേറിയത്തിൽ നിന്ന് മാറ്റുകയും അത്ര തന്നെ ശുദ്ധജലം അക്വേറിയത്തിൽ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അക്വേറിയത്തിലെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അമോണിയയുടെ അളവ് കുറയുന്നു. ആഴ്ചയിലൊരിക്കൽ വെള്ളം മാറുക എന്നതല്ലാതെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വേറെ എന്തെങ്കിലും മെത്തേഡുകൾ ഉണ്ടോ എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. അക്വേറിയത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ അക്വേറിയത്തിലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന അമോണിയയെ നമുക്ക് നൈട്രൈറ്റും ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചാൽ അക്വേറിയത്തിലെ അമോണിയയുടെ അളവ് കുറയും. നൈട്രിഫൈങ് ബാക്ടീരിയയുടെ സഹായത്താലാണ് നമ്മൾ അമോണിയയെ നൈട്രൈറ്റുമായി കൺവേർട്ട് ചെയ്യുന്നത്. അതിനു മുൻപായി എന്താണ് അമോണിയ, എന്താണ് നൈട്രൈറ്റ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ചീയുന്ന എല്ലാ പദാർത്ഥങ്ങളും അമോണിയയാണ്. ഭക്ഷ്യാവശിഷ്ടങ്ങളും മത്സ്യത്തിന്റെ വിസർജ്യവും ചെടികളും മറ്റും ചീയുമ്പോൾ ഉണ്ടാകുന്നതും എല്ലാം അമോണിയയാണ്. നൈട്രിഫൈങ് ബാക്ടീരിയയുടെ സഹായത്താൽ അമോണിയയിൽ നിന്നും രൂപാന്തരപ്പെടുന്ന രണ്ട് മൂലകങ്ങളാണ് നൈട്രൈറ്റും. അമോണിയ, നൈട്രൈറ്റ് ഇവ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു, ബാക്ടീരിയയുടെ സഹായത്താൽ അമോണിയയെ നൈട്രൈറ്റുമായി കൺവേർട്ട് ചെയ്യുന്നു എന്ന്. ഏത് തരത്തിൽപ്പെട്ട ബാക്ടീരിയയാണിത്? ഇവ പ്രകൃതിയിൽ എങ്ങനെ ഉണ്ടാകുന്നു? നൈട്രിഫിക്കേഷൻ പ്രോസസ്സിന് സഹായിക്കുന്ന ഇത്തരം ബാക്ടീരിയകളെ നൈട്രിഫൈങ് ബാക്ടീരിയ എന്നാണ് വിളിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ബാക്ടീരിയകൾ ഒരിക്കലും ശൂന്യതയിൽ നിന്ന് തനിയെ ഉണ്ടാകുന്നില്ല. നിലവിലുള്ള ബാക്ടീരിയകൾ നൈട്രിഫിക്കേഷൻ പ്രോസസ്സിലൂടെ പെരുകുകയാണ് ചെയ്യുന്നത്. ഈ ബാക്ടീരിയകളെ നമ്മുടെ അക്വേറിയത്തിൽ ആഡ് ചെയ്താൽ അവ ഭക്ഷ്യാവശിഷ്ടങ്ങളിൽ നിന്നും ചീയുന്ന ഇലകളിൽ നിന്നും മത്സ്യത്തിന്റെ വിസർജ്യത്തിൽ നിന്നും ഫോം ആകുന്ന അമോണിയയെ നൈട്രൈറ്റുമായി കൺവേർട്ട് ചെയ്ത് അക്വേറിയത്തിൽ അമോണിയ ഷോക്ക് ഉണ്ടാകാതെ സഹായിക്കുന്നു. ഇനി പ്രകൃതിയിൽ ഈ ബാക്ടീരിയകളുടെ ധർമ്മം എന്താണ്? വയലിൽ കൃഷിക്ക് ജൈവ വളമായി നമ്മൾ ഉപയോഗിക്കുന്നത് ചീഞ്ഞ ഇലകളും ചാണകവും മറ്റുമാണ്. ഈ ചീഞ്ഞ ഇലകളിലും ചാണകത്തിലും എല്ലാം അടങ്ങിയിരിക്കുന്നത് അമോണിയയാണ്. ഈ അമോണിയ ചെടികൾക്ക് ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് വളമായി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഈ അമോണിയ നൈട്രൈറ്റുമായി കൺവേർട്ട് ആയാൽ മാത്രമേ ചെടികൾക്ക് ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് ഇവ വളമായി മാറുകയുള്ളൂ. നൈട്രിഫൈങ് ബാക്ടീരിയ നൈട്രിഫിക്കേഷൻ പ്രോസസ്സിലൂടെ അമോണിയയെ നൈട്രൈറ്റുമായി കൺവേർട്ട് ചെയ്യുകയും ചെടികളുടെ ഫോട്ടോസിന്തസിസിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതുവരെയുള്ള 3 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. എന്താണ് അമോണിയ? ചീയുന്ന പദാർത്ഥങ്ങളെല്ലാം ജൈവ അമോണിയയാണ്. എന്താണ് നൈട്രൈറ്റ്? എന്താണ് നൈട്രൈറ്റ്? നൈട്രിഫിക്കേഷൻ പ്രോസസ്സിലൂടെ അമോണിയയ്ക്ക് രൂപാന്തരപ്പെട്ട് വരുന്ന രണ്ട് മൂലകങ്ങളാണ് നൈട്രൈറ്റും. ഇനി അടുത്തത്,
എന്താണ് നൈട്രിഫൈയിങ് ബാക്ടീരിയയുടെ ധർമ്മം? നൈട്രിഫിക്കേഷൻ പ്രോസസ്സിലൂടെ അമോണിയയെ നൈട്രൈറ്റുമായി കൺവേർട്ട് ചെയ്തുകൊണ്ട് ചെടികളുടെ ഫോട്ടോസിന്തസിസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നൈട്രിഫൈയിങ് ബാക്ടീരിയയുടെ ധർമ്മം. ഈ നൈട്രിഫൈയിങ് ബാക്ടീരിയ നമ്മുടെ അക്വേറിയത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ നമ്മുടെ അക്വേറിയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അമോണിയയെ നൈട്രൈറ്റുമായി കൺവേർട്ട് ചെയ്യുകയും അക്വേറിയം അമോണിയ ഫ്രീ ആകുകയും ചെയ്യുന്നു. നമ്മുടെ അക്വേറിയത്തിൽ ഇനി ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോം ആകുന്ന നൈട്രൈറ്റും ചെടികൾ ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. നൈട്രിഫൈയിങ് ബാക്ടീരിയ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലുള്ള വാട്ടർ ചേഞ്ച് ഒഴിവാക്കാം. വയലിലെ ചെളിയിൽ നൈട്രിഫൈയിങ് ബാക്ടീരിയ ഉണ്ടായിരിക്കും, പക്ഷേ അത് എടുത്തുകൊണ്ട് പോയി നമ്മുടെ അക്വേറിയത്തിൽ ആഡ് ചെയ്യരുത്. കാരണം നൈട്രിഫൈയിങ് ബാക്ടീരിയയുടെ കൂടെ തന്നെ മറ്റു പല ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും ആ ചെളിയിൽ ഉണ്ടായിരുന്നേക്കാം. ഈ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് വിപരീത ഫലം ചെയ്തേക്കാം. നൈട്രിഫൈയിങ് ബാക്ടീരിയ ബോട്ടിലുകളിലാക്കി നമ്മുടെ അക്വേറിയം ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാനായി സാധിക്കും. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ചില നൈട്രിഫൈയിങ് ബാക്ടീരിയകളാണ് അക്വാട്ടിക് റെമഡീസിന്റെ മൈക്രോ ലൈഫ്, അസുവിന്റെ നൈട്രിപ്രോ, ADAയുടെ സൂപ്പർ 4 മുതലായവ. ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അവയുടെ ലേബലിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നൈട്രിഫൈയിങ് ബാക്ടീരിയ ആഡ് ചെയ്തിട്ടുള്ള അക്വേറിയങ്ങളിൽ അമോണിയയുടെ അളവ് 0 ആയിരിക്കും. അതുകൊണ്ട് അക്വേറിയത്തിലെ വെള്ളം മാറേണ്ട ആവശ്യമുണ്ടെങ്കിൽ എത്ര ഫ്രീക്വന്റ് ആയിട്ടാണ് നമ്മൾ അക്വേറിയത്തിലെ വെള്ളം മാറേണ്ടത് മുതലായ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നൈട്രിഫൈയിങ് ബാക്ടീരിയ അമോണിയയെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അമോണിയയെ നൈട്രിഫിക്കേഷൻ പ്രോസസ്സിലൂടെ നൈട്രൈറ്റ് എന്നീ 2 മൂലകങ്ങളായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാലക്രമേണ സോളിഡ് ഫോമിലുള്ള നൈട്രേറ്റ് വേസ്റ്റേജ് അക്വേറിയത്തിൽ അടിഞ്ഞുകൂടും. വൺസ് ഇൻ എ വൈൽ ഈ സോളിഡ് ഫോമിലുള്ള നൈട്രേറ്റ് വേസ്റ്റേജ് അക്വേറിയത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നൈട്രിഫൈയിങ് ബാക്ടീരിയ ആഡ് ചെയ്തിട്ടുള്ള അക്വേറിയത്തിൽ എപ്പോഴാണ് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അത് 4 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒന്ന്, അക്വേറിയത്തിന്റെ വലുപ്പം, അക്വേറിയത്തിലെ വെച്ചിരിക്കുന്ന ഫിൽറ്ററിന്റെ കപ്പാസിറ്റി, അക്വേറിയത്തിലെ മത്സ്യങ്ങളുടെ എണ്ണം, അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിന്റെ അളവ്. ഈ 4 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും അക്വേറിയത്തിലെ വാട്ടർ ചേഞ്ച് നിശ്ചയിക്കുന്നത്. ഇത് 900 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു മറൈൻ അക്വേറിയമാണ്. ഇതിലൊരു സ്റ്റാർ ഫിഷും ലയൺ ഫിഷും മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാ അക്വേറിയങ്ങളിലും ഞാൻ വൺസ് ഇൻ എ ഡേ മാത്രമേ ഫീഡ് കൊടുക്കാറുള്ളൂ. ഒരൊറ്റ മത്സ്യം മാത്രം കിടക്കുന്ന സം ഫിൽട്രേഷൻ യൂണിറ്റിന്റെ സപ്പോർട്ടോട് കൂടി വർക്ക് ചെയ്യുന്ന ഈ ടാങ്കിൽ 10-12 വർഷത്തിലൊരിക്കൽ നൈട്രേറ്റ് നീക്കം ചെയ്താൽ മതി. ഒരു അരവണ മത്സ്യം മാത്രം കിടക്കുന്ന 650 ലിറ്റർ കപ്പാസിറ്റിയുള്ള UG ഫിൽട്രേഷൻ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ അക്വേറിയത്തിലെ വെള്ളം 6-8 മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. 185 ലിറ്റർ കപ്പാസിറ്റിയുള്ള 100ഓളം കുഞ്ഞൻ മീനുകൾ കിടക്കുന്ന ഈ ലോടെക് പ്ലാന്റഡ് അക്വേറിയം ഒരു കാനിസ്റ്റർ ഫിൽറ്ററിന്റെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നത് 6-8 മാസം കൂടുമ്പോൾ ഒരിക്കലാണ്. സ്പോഞ്ച് ഫിൽറ്റർ പിടിപ്പിച്ചിരിക്കുന്ന 54 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ പ്ലാസ്മ അക്വേറിയത്തിലെ വെള്ളം 6 മാസത്തിലൊരിക്കൽ മാറിയാൽ മതി. പക്ഷേ ഇതിന്റെ ഫിൽറ്ററുകൾ മാസത്തിലൊരിക്കൽ കഴുകി വൃത്തിയാക്കി വെക്കണം. ഇന്നത്തെ വീഡിയോയിൽ കൂടി അക്വേറിയത്തിൽ വാട്ടർ ചേഞ്ച് എന്തിനു ചെയ്യണം, എങ്ങനെ ചെയ്യണം, നൈട്രിഫൈയിങ് ബാക്ടീരിയ എങ്ങനെ പ്രവർത്തിക്കുന്നു മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തട്ടെ. പുതിയൊരു അറിവുമായി വീണ്ടും വരാം. അതുവരെ ബൈ.